തെയ്യോണം 2024. കഴിഞ്ഞ 2 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് KT ഫാമിലിയെക്കുറിച്ച് പറയാൻ. അകാലത്തിൽ മൺമറഞ്ഞു പോയ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമുക്കറിയാം KT ഫാമിലിയുടെ ചരിത്രവും പൈതൃകവും. വരും തലമുറയ്ക്ക് ഇത് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ. സന്തോഷവും സമ്പദ്സമൃദ്ധിയും തിരുവോണത്തിന്റെ ഭാഗമായി ഇന്ന് അവിട്ടം നാളിൽ കൂടുമ്പോൾ ഇമ്പമായത് അത് കുടുംബം മാത്രമാണ്. ആ KT ഫാമിലി ഏകദേശം കഴിഞ്ഞ 200 വർഷങ്ങൾ, അതായത് 1825, അത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയ കുറച്ച് ആളുകളുടെ ബന്ധങ്ങളാണ്. അതിന് മുൻപിലും ബന്ധങ്ങളുണ്ട്. എങ്കിൽ പോലും എൻ്റെ അറിവിൽ കിട്ടിയത് മംഗലൻ എന്നൊരാളിലാണ് നമ്മളുടെ അറിവിൽ നമ്മളുടെ ഫാമിലിയുടെ തുടക്കം. അദ്ദേഹത്തിന് തെയ്യൻ ഒരു മകനുണ്ടായി. ആ തെയ്യന് 4 മക്കൾ. ഒന്നാമത് കേശവൻ, രണ്ടാമത് ഉണുപ്പാറൻ, മൂന്നാമത് കോച്ചൻ, 4ാമത് ചോയ്. ഈ ചോയ് ഇതിലാണ് നമ്മൾ പിന്നീട് വീണ്ടും വരുന്നത്. അതായത് കേശവന്റെ അതായത് തെയ്യന്റെ 4ാമത്തെ മക്കളായ ചോയ് കുഞ്ഞിപ്പെണ്ണ് ദമ്പതികൾക്ക് തെയ്യൻ മൂത്തതായിട്ടുള്ള തെയ്യൻ, അതായത് നമ്മുടെ അച്ചാച്ചൻ, അതായത് നമ്മുടെ ഓമനൻ, ദിനേശൻ, ഗംഗാധരൻ, ദിനേശൻ, ഹേമൻ, രമ, പിന്നെ ആരും കിട്ടുന്നുണ്ടോ, ദിനേശൻ, പ്രകാശൻ, ഇവരുടെ അച്ഛൻ അതായത് തെയ്യൻ, അവരാണ് മൂത്ത ആള്. അതിൽ മൂത്ത ആള് തെയ്യൻ, രണ്ടാമത് ആള് ഗോപാലൻ, മൂന്നാമത് ആള് വേലായുധൻ. നമ്മുടെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4ാമത് ഭാസ്കരൻ. ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആള് ആർക്കെങ്കിലും കുട്ടികൾക്ക് അറിയാവോ? ഇല്ല. ഇദ്ദേഹത്തെ നമ്മൾ ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്നത് സറാഫ് ഭാസ്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. അറിയാം അല്ലേ? കാരണം അദ്ദേഹം സ്വർണത്തിന്റെ ബിസിനസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പുതിയാപ്പയിൽ ആദ്യമായി ബസ് ഉള്ള മുതലാളി ഈ പറഞ്ഞ അദ്ദേഹമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കാറ് വെച്ച ഷെഡാണ് ഇന്ന് കാർ ഷെഡ് എന്നറിയപ്പെടുന്ന പ്രകാശ് കുമാർ. അതിന്റെ ഈ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഓർമ്മ കൂടി നമ്മുടെ വീട്ടിലുണ്ട്. അതായത് ഞാൻ കേട്ടതാണ്, നമ്മളുടെ ബോട്ട് ശാന്തി അങ്ങനെ ഒരു ബോട്ടില്ലേ, ബോട്ട് ഉണ്ടായപ്പോൾ ഈ ബോട്ടുകാർ വന്നു കഴിഞ്ഞാൽ കറിക്കുള്ള മീനിൽ ഷാജിയും ഷീബയും കൂടി ഈ പറഞ്ഞ സറാഫ് ഭാസ്കർ, അതായത് ഭാസ്കര പാപ്പൻ എന്നാണ് നമ്മൾ വിളിക്കല്. നമുക്ക് അച്ചാച്ചനാണ് എങ്കിൽ പോലും ഭാസ്കര പാപ്പൻ എന്ന് വിളിക്കുന്നു. അവർക്ക് മീൻ കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണ് നമ്മളുടെ ഈ ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ആനയുടെ മരത്തിൻ്റെ പ്രതിമ. അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഈ ഭാസ്കര പാപ്പനായിട്ട് നമുക്കുണ്ട്. അത് നിങ്ങളെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? മാമിക്ക് ഓർമ്മ ഉണ്ടാവില്ല, കാരണം ഇത് മറ്റേ മക്കൾക്ക് കൊടുത്താണ്. പ്രക്ഷോഭനും മറ്റേ സീമുക്കും കൊടുത്തതാണ് കേട്ടത്. അത് മാമിന്റെ ഓർമ്മയിൽ വരുന്ന സാധനങ്ങളൊന്നല്ല, അത് കുട്ടികൾക്ക് കൊടുത്തതാണ്. അവിടുന്ന് ഈ തെയ്യൻ ചോയ് കുഞ്ഞിപ്പെണ്ണ് ദമ്പതികളുടെ മൂത്ത മകനായ തെയ്യനാണ് നമ്മളുടെ അച്ഛനായ തെയ്യാച്ചൻ എന്നറിയപ്പെടുന്നത്. പുതിയാപ്പയിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് തെയ്യാച്ചന്റെ വീട്ടിലെ കുട്ടികൾ, തെയ്യാച്ചന്റെ പേരക്കുട്ടികൾ, തെയ്യാച്ചന്റെ അവിടെ ഉള്ളത്, അങ്ങനെയാണ് അറിയപ്പെടല്. അങ്ങനെ ആരും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തെയ്യാച്ചൻ്റെ മക്കളാണ് നമ്മൾ. പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സൂരജ്, ഇവിടെ തെയ്യാച്ചൻ്റെ സൂരജ്, ഫിനാദ് തെയ്യാച്ചൻ്റെ ആയിട്ടുള്ളത്, ഫിനാശേട്ടൻ തെയ്യാച്ചൻ്റെ, ഇങ്ങനെയാണ് നമ്മൾ പുറത്ത് അറിയപ്പെടല്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ അറിയപ്പെടല് കായക്കലത്ത് എന്ന തറവാടിൻ്റെ പേരിലാണ്. കുട്ടികൾ ശ്രദ്ധിക്കണം, ഈ കായക്കലത്ത് തന്നെ 2-3 ഈ ഉപവീടുകളുണ്ട്. അതിൽ നമ്മൾ അറിയപ്പെടുന്നത് കേശാച്ചൻ്റെ കൂട്ടരെന്നുള്ള രീതിയിലാണ് അറിയപ്പെടല്. അതായത് ഈ പറഞ്ഞ
മംഗലിനുണ്ടായ തെയ്യൻ്റെ മകൻ മൂത്ത ആള് കേശവനാണ്. അങ്ങനെയാണ് നമ്മൾ കേശാച്ചൻ്റെ കൂട്ടരായിട്ട് അറിയപ്പെടുന്നത്. കേശവൻ, ഉണുപ്പാറൻ, കോച്ചൻ, ചോയി. അതിൽ കേശവൻ കഴിഞ്ഞ് ഉണുപ്പാറൻ. കേശവന് 2 മക്കള്. ആ വിവരങ്ങളൊക്കെ വേണോ? വേണ്ടല്ലേ? വേണ്ട, അത് നിങ്ങൾക്ക് പോറായിട്ട് മാറും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തെയ്യൻ കാളി ദമ്പതികൾക്ക് ആദ്യ മകൻ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അതിനെപ്പറ്റി കൂടുതൽ ഓർമ്മകൾ നമ്മളുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മോഹൻ പാപ്പന്, മാമിക്ക്, ദിനേശ് പാപ്പന് അറിയില്ല. പിന്നെ വിജയൻ എന്ന് പറഞ്ഞ ആൾ മാത്രമേ മരിച്ചതായിട്ടുള്ള അറിയുള്ളൂ. പിന്നെ 2 പേരുണ്ട്, അവരാരാണ് എന്താണെന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെ മൂത്ത ആളായിട്ട് ഗംഗാധരൻ, അദ്ദേഹം വെള്ളയിൽ പുതിയടയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഉഷ. അറിയില്ലേ? ഉഷ വല്യമ്മ, അകാലത്തിൽ മരണപ്പെട്ടു പോയ നമ്മളുടെ പൊന്നമ്മ. 2ാമത് സതീശൻ, അദ്ദേഹം കല്യാണം കഴിച്ചത് കൊയിലാണ്ടി വിരുന്നുകണ്ടി എന്നാണ് സ്ഥലത്തിന്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അറിയപ്പെടല് കൊയിലാണ്ടിയിലാണെന്ന് ശോഭേന്റെ വീട്. പക്ഷെ അദ്ദേഹം ഒരു വെള്ളക്കാരാണ്. വെള്ളയെന്ന് കൊയിലാണ്ടി പോയിട്ട് താമസിച്ചു. അങ്ങനെയാണ് നിങ്ങളൊക്കെ അറിയുന്നത് കൊയിലാണ്ടി എന്നാണ്. പക്ഷെ അവര് വെള്ളക്കാരാണ്. ശോഭേജി പറഞ്ഞില്ലേ? വേണ്ട. അടുത്തത് 3ാമത് മാമി, അതായത് രമമാമി. നമ്മളെല്ലാരും മാമി എന്ന് വിളിക്കുന്ന ആള്. കുട്ടികൾക്ക് അറിയാം പേര്? പേരെന്ത്? രമമാമി. രമമാമിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കോനാട് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളുകൾക്കാണ്. ആദ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടുന്ന് കോനാട് എന്ന സ്ഥലത്താണ് മാമയെ കെട്ടിച്ചയച്ചു കൊണ്ടുപോയത്. അവിടുന്ന് പിൻകാലത്ത് അവര് നമ്മളുടെ അച്ചാച്ചന്റെ സ്ഥലമായിട്ടുള്ള സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ എൻ്റെ നല്ല ഓർമ്മയിൽ നമ്മളെ വീട്ടിലെ കാരണവരായിട്ടുള്ള സതീഷ് ബാബ ഈ ഓണത്തിന് എനിക്ക് ഓർമ്മയില്ല, പൂജക്ക്, വിഷുവിന്, പ്രത്യേകിച്ച് പടകമാകുമ്പോൾ ഒരു ഓതി മാമിക്ക് കൊണ്ടു കൊടുക്കാറുണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇക്കാലത്തുള്ള സഹോദരിമാർക്ക് മറ്റേ ആങ്ങളമാർ കൊണ്ടു കൊടുക്കുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. പക്ഷെ ആ കാലത്ത് സതീഷ് ബാബ വളരെ വലിയൊരു മാതൃകയാണ് നമ്മുടെ കുടുംബത്തിന്. കാരണം അവസാനം വരെ കാണിച്ചാൽ നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഒരു സാമ്പത്തികപരമായിട്ട് ചെറിയൊരു പരാജയം ഉണ്ടായിട്ട് അതുവരെ കുടുംബത്തിന് സന്തോഷമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സതീഷ് ബാബ. അടുത്തതായി മോഹനൻ, അദ്ദേഹം കല്യാണം കഴിച്ചത് അക്കരക്കാരൻ വേലാരൻ എന്നവരുടെ മോളെ വിനീത. നമുക്കെല്ലാവരും അറിയാം, നമ്മുടെ വിനീതേൻ്റെ അല്ലേ തെക്കേ തലക്കാണ് വീട്. അവരെ കുട്ടികള് ഷിനാദ്, ഷെർവാണ്, മോണിഷ, അങ്ങനെ പരമ്പരകൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത് ദിനേശൻ, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെ അച്ഛന്റെ പേര് മാധവൻ എന്നാണ്. അദ്ദേഹത്തിന് അറിയപ്പെടല് ഗോഷ്ഠിയുടെ മാധവൻ എന്നാണ്. അവര് തൊടിക്കാരാണെങ്കിൽ പോലും അവര് ശരിക്കും അവരുടെ ഈ പ്രോപ്പർ അമ്പലമായിട്ടുള്ളത് മൂന്നാലിങ്ങൽ അമ്പലമാണ്. ആ ബന്ധപ്പെട്ട ആളുകളാണ് അവരറിയപ്പെടല് തൊടിക്കാര്, വെള്ളക്കാരെന്നൊക്കെയാണ്. അടുത്തത് നമ്മുടെ ഹേമപ്പാപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മളെ കുടുംബത്തിനെ ഒന്നാമത് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മക്കള് അദ്ദേഹം കുറേ കാലം ഗൾഫിലായിരുന്നപ്പോഴും നമ്മളെ മക്കളെ അദ്ദേഹം നല്ല വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഷാജിനെ പറ്റി എനിക്കറിയില്ല. ഷൈജു ചെറിയ ചീട്ടുകളിയും കുരുത്തക്കേടൊക്കെ ആയിട്ട് നടത്തുന്ന സമയത്തും ഷൈജുവിനെ കൊങ്ങൊക്കെ പൊടിച്ച് തൂക്കിക്കൊണ്ടാകുന്ന ഒരു കാലെല്ലാം നമ്മൾ ഹേപ്പാപ്പനുണ്ടായിന്. അപ്പോൾ ഷൈജുവേട്ടൻ ഗൾഫിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനാണ് കടപ്പുറ ഇറങ്ങിയത്. അപ്പം ഞാൻ കടപ്പുറ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ഷോന് സിനിമക്ക് നല്ലോണം പോകാറുണ്ട്. ഇതെല്ലാം അദ്ദേഹം സ്വന്തം മക്കളെ അദ്ദേഹം അവിടെ പോയിട്ടും ഗൾഫിലായിട്ടും മക്കളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും മൂപ്പര് വന്നപ്പോൾ നമ്മുടെ ഇവിടെ ആരോ ഒരു കല്യാണത്തിൻ്റെ മുകളിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സിനിമക്കൊക്കെ അല്ലേ സെക്കൻഡ് ഷോന്, അതും ഇവിടെ നാട്ടിൽ ആരും പോകാത്ത സമയത്ത്, ആളുകൾ ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് നീയും കൂട്ടൊരു കമ്പനി ടൗണിൽ പോകണത്. അപ്പം മക്കളൊക്കെ അങ്ങനെ കെയർ ചെയ്ത ആളാണ്. പിൻകാലത്ത് നമ്മളുടെ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം മൺമറിഞ്ഞു പോയി. ഓർമ്മപ്പൂക്കൾ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വളരെ പോസിറ്റീവായിട്ട് ഈ മുൻപന്തിൽ ഉണ്ടാവുന്ന ഒരാളുകൂടാണ് നമ്മുടെ ഹേമപ്പാപ്പൻ. അദ്ദേഹം കല്യാണം കഴിച്ചത് മാങ്കാവ് പൊക്കുന്ന് ദേവദാസ് റാവുവിൻ്റെയും
പത്മാവതി അമ്മയുടെ മൂത്ത മകൾ ആശാദേവി. ആശാദേവിയുടെ ഇപ്പോഴും കല്യാണ വീഡിയോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തലമുത്താത്ത ആശാന്റെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ഒന്നല്ല. അത് കഴിഞ്ഞ് നമ്മളുടെ തെയ്യാച്ചന്റെ അവസാനത്തെ പുത്രൻ പേരെന്താ? പ്രൊപ്പറേറ്റർ പ്രകാശ് കുമാർ, സകലകലാ വല്ലഭൻ, പുതിയ അപ്പയിലെ ചെണ്ടക്കാരൻ, അറിയപ്പെടുന്ന ചെണ്ടക്കാരൻ, കരോക്കെ ഗായകൻ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പ്രകാശൻ. അവരുടെ ഭാര്യ മാണ്ടാക്കര സ്വദേശി ശ്രീ വിജയൻ വസന്ത, അല്ലേ? ഓർമ്മ പോയിട്ടില്ല. വസന്ത എന്നവരുടെ മകൾ, രണ്ടാമത്തെ മകൾ ഷീബയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവരുടെ മക്കൾ പ്രശോഭ്, ശില്പ. അപ്പൊ ഏകദേശം നമ്മളുടെ ചിത്രങ്ങളൊക്കെ കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം നമ്മളിന്ന് 7ാം തലമുറയിൽ എത്തിയിരിക്കുകയാണ്. അത് അവസാനിക്കുന്ന ഇന്നത്തെ ഇതിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ത്രിനേത്രയിൽ നമ്മൾ 7ാം തലമുറ എത്തിയിരിക്കുകയാണ്. ത്രിനേത്രയാണ് നമ്മളുടെ 7ാം തലമുറയിലെ അവസാനത്തെ കുട്ടി. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ മക്കളായിട്ട് നമ്മൾ 7 തലമുറ പിന്നിട്ടിരിക്കുകയാണ്. അതാണ് KT ഫാമിലി. ഈ സന്തോഷവേളയിൽ ഈ വാംലി വെൽക്കം all of you, our blood to Theyyonam 2024. Okay? നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന